إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത, എന്നും ഏത് സമയത്തുമുള്ള സദാശ്രദ്ധ വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിങ്ങനെ പറയുകയാണ്, ലാ തസൂലു ഖദമൻ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇ ഖിസാൽ. 4 കാര്യങ്ങൾ ഒരടിമയോട് ചോദിക്കപ്പെടാതെ അയാളുടെ ഒരു കാലും മുന്നോട്ട് പോവുകയില്ല, മുന്നോട്ട് വെക്കുകയില്ല. ഏതാണ് 4 കാര്യങ്ങൾ? പലപ്പോഴും നമ്മൾ കേട്ടതാണ്. അൻ ഉംരിഹി ഫീമാ അഫ്ന, നിങ്ങളുടെ വയസ്സ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. വൻ ശബാബി ഫീമാ അബ്ല, നിങ്ങളുടെ യുവത്വം അത് എങ്ങനെയാണ് കടന്നുപോയത്. വൻ മാലിഹി മിൻ ഐന ഇക്തസബു വഫീമാ അൻഫഖു, നിങ്ങൾ എങ്ങനെയാണ് പണം ഉണ്ടാക്കിയത്, എങ്ങനെയാണ് പണം ചെലവഴിച്ചത്. വൻ ഇൽമിഹി മാദാ അമില ഫീഹി, നിങ്ങൾ നേടിയ അറിവെന്താണ്, ആ അറിവനുസരിച്ചുള്ള നിങ്ങളുടെ പ്രവർത്തനം എന്താണ്. അപ്പൊ 4 കാര്യം വളരെ വ്യക്തമായിട്ട് പറയാണ്. ഒന്ന്, നമ്മുടെ വയസ്സ് എങ്ങനെയാണ് കഴിഞ്ഞു പോയത്. ഇപ്പൊ നമ്മളൊക്കെ 40-ലും 50-ലും 60-ലും എത്തിപ്പെട്ടവരാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ വയസ്സ് കഴിഞ്ഞു പോയത്. നമുക്കൊരു യുവത്വം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ യുവാക്കളാണ്, ആ രൂപത്തിലുള്ളവരാണ്. വൻ ശബാബി ഫീമാ അബ്ലൗ, അതെങ്ങനെയാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോയത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കഴിച്ചു തീർക്കുന്നത്. വൻ മാലിഹി, നമ്മുടെ പണം അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കിയത്, നമ്മൾ എങ്ങനെയാണ് വീട് നിർമ്മിച്ചത്, നമ്മുടെ കച്ചവടം എങ്ങനെയാണ് തുടങ്ങിയത്, ആ കച്ചവടം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ലാഭകരമാക്കാൻ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. വൻ ഇൽമിഹി, നമ്മൾ നേടിയെടുത്ത അറിവ്, ആ അറിവനുസരിച്ചിട്ട് നമ്മളുടെ പ്രവർത്തനം എന്തായിരുന്നു. ഒരുപാട് അറിവ് നമുക്ക് കേൾക്കും, ഒരുപാട് ഖുതുബകൾ നമ്മൾ കേട്ടവരാണ്, ഒരുപാട് ക്ലാസുകളും വയതുകളും നാം ശ്രവിച്ചവരാണ്. നമ്മളെപ്പോഴും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഖുർആൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് പല കാര്യങ്ങളും. പക്ഷേ ആ അറിവിനനുസരിച്ചുള്ള നമ്മുടെ പ്രവർത്തനം അതെങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നമാ അഖാഫു അൻ യകൂന അവ്വല മാ യസ്അലുനി റബ്ബി, എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഖദ് അലിംത, നീ അറിഞ്ഞതാണ്. ഫമാ അമിൽത ഫീമാ അലിംത, നീ അറിഞ്ഞ ആ അറിവനുസരിച്ച് നീ എന്താണ് പ്രവർത്തിച്ചത്. ഒരുപാട് അറിവുകളുണ്ട്, എന്തിനു കുറിച്ചാണ് നമുക്ക് അറിവില്ലാത്തത്. കളവ് അറിയാൻ പാടില്ല എന്ന് അറിയാത്ത നമ്മളിൽ ആരെങ്കിലും ഉണ്ടോ? ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് കോപിഷ്ഠനാകരുത് എന്നറിയാത്ത നമ്മിൽ ആരാണുള്ളത്?
നമ്മുടെ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും നല്ല രീതിയിൽ പെരുമാറണമെന്ന് അറിയാത്തവർ നമുക്കിടയിൽ ആരാണുള്ളത്? എല്ലാം നമുക്ക് അറിവുണ്ട്, പക്ഷേ ആ അറിവനുസരിച്ചുള്ള നമ്മുടെ പ്രവർത്തനം എന്താണ് എന്നാണ് എൻ്റെ റബ്ബ് ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് ആ മഹാനായ സഹാബി പറയുകയാണ്. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആതീനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവതി ഉലൈക യുഅ്മിനൂന ബി. സഹാബികളെ പറ്റി പറയാം, അവർ കിതാബ് പാരായണം ചെയ്യുന്നവരാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരാണ്. എങ്ങനെ? യത്ലൂനഹു ഹഖ്ക തിലാവതിഹി, അവരത് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണോ അത് പ്രകാരം പാരായണം ചെയ്യുന്നവരാണ്. ഉലൈക യുഅ്മിനൂന ബി, അവർ അതിൽ വിശ്വസിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് പല വാക്കുകളും, പക്ഷേ ആ പല ആയാത്തുകളും അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാണ് അവർ. എന്താണോ നമ്മൾ പാരായണം ചെയ്യുന്ന വാക്കുകൾ, എന്താണോ നമ്മൾ പാരായണം ചെയ്യുന്ന ആയാത്തുകൾ, അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തിക പദത്തിൽ കൊണ്ടുവരുന്നവരാണ് അവർ. അത് പ്രവർത്തിക്കുന്നവരാണ്. പ്രവർത്തിക്കുന്ന മുറപ്രകാരം പ്രവർത്തിച്ചിട്ട് അവരത് പാരായണം ചെയ്യുന്നവരാണ്. കണ്ട, പാരായണം മാത്രമല്ല കേവലം ജൽപ്പനമല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിന്റെ A to Z ഏത് മേഖലകൾ നോക്കിയാലും അത് അവരിൽ ഉണ്ടാവും. അവരെന്താണോ പാരായണം ചെയ്യുന്നത്, ആ പാരായണം ചെയ്യുന്നത് അത് അവരിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് തഫ്സീറിൽ കാണാം, എങ്ങനെയാണെന്ന് മുറപ്രകാരം അത് ഫോളോ ചെയ്യേണ്ടത്, അതുപ്രകാരം അവർ അനുധാവനം ചെയ്യുന്നവരാണ്. കൽപ്പനയാകട്ടെ, വിരോധിച്ച കാര്യങ്ങളാകട്ടെ, അത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന രീതിയിൽ ഹലാലുകൾ ഹലാലായും ഹറാമുകൾ ഹറാമായും ഗണിച്ചുകൊണ്ട് അതിന്റെ എന്താണ് മൂലവത്തായ കാര്യങ്ങൾ അത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ച് കൊണ്ടുപോയി അതവർ പാരായണം ചെയ്തവരാണ് എന്നാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ആയത്ത്, മസലുൽ ലദീന ഹുമിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബീസ മസലുൽ ഖൗമിൽ ലദീന കസ്സബു ബിആയാത്തില്ലാഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. മസലുൽ ലദീന ഹുമിലു തൗറാത്ത് വഹിച്ച ആൾക്കാരുടെ ഉദാഹരണം, സുമ്മ ലം യഹ്മിലുഹാ, എന്നിട്ട് അത് ഏറ്റെടുക്കാതിരിക്കുന്നവർ, കമസലിൽ ഹിമാർ, അത് കഴുതകളെ പോലെ. തൗറാത്ത് വഹിച്ചവരാണ്, പക്ഷെ അവർ ഏറ്റെടുത്തില്ല എന്ന് പറഞ്ഞാൽ തൗറാത്ത് അവർക്കിടയിലുണ്ട്. അവരുടെ ഉദാഹരണം ആരാണ്? അവർ കഴുതകളെ പോലെയാണ്. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. ബീസ മസലുൽ ഖൗമിൽ ലദീന കസ്സബു ബിആയാത്തില്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആയാത്തുകളെ നിഷേധിച്ചവരുടെ ഉദാഹരണം, ഒരു ഖൗമിന്റെ ഉദാഹരണം എത്ര മോശമാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അതിക്രമികളായ ഒരു ഖൗമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിലാക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? വേദഗ്രന്ഥമുണ്ട്, അത് പാരായണം ചെയ്യുന്നവരായിരിക്കാം, പക്ഷെ ആ വേദഗ്രന്ഥം അനുസരിച്ച് പ്രവർത്തന പദത്തിൽ അവർ കൊണ്ടുവരുന്നില്ല. അതുകൊണ്ടാണ് ഈ തഫ്സീർ ഇബ്നു കസീർ കാണാം, ആദിൽ ആയത്ത് സമ്മുൽ ലിൽ യഹൂദിൽ ലദീന ഊതു തൗറാത്ത്, ഇത് തൗറാത്ത് നൽകപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ച് പറഞ്ഞവരാണ്. വഖുമിലുഹാ ലിൽ അമലി ബിഹാ, അവരോടത് പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. തൗറാത്ത് കൊടുത്തിട്ട് എന്തിനാ പറഞ്ഞത്? അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ സുമ്മ ലം യഅമലൂ ബിഹാ, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചില്ല, പണിയെടുത്തില്ല. അത് പാരായണത്തിലും പള്ളികളിലും അതുപോലെ തന്നെ അവരുടേതായ ചർച്ചകളിലൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചു, പക്ഷെ അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. മസലുക്കും ഫീ ദാലിക കമസലിൽ ഹിമാറു യഹ്മിലു അസ്ഫാർ, അതെ, അത് അവരുടെ ഉദാഹരണമാണ്. എങ്ങനെ? ഏടുകൾ ചുമക്കുന്ന കഴുതുകളെ പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഏടുകൾ ചുമക്കുന്ന കഴുതുകൾക്കറിയില്ലല്ലോ ഇതിന്റെ മുകളിൽ എന്താണ് എന്നത്. അതുപോലെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മളോട് കൽപ്പിച്ചത് എന്താണ്? നമ്മളോട് കൽപ്പിച്ചത് നമുക്ക് എന്താണോ നൽകപ്പെട്ടത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിൽ ധാരാളമായ സ്ഥലത്ത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അത് മുറുകെ പിടിക്കുന്നവരാണ്. എന്ന് പറഞ്ഞു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നവരാണ്. ഫീ റഹ്മത്തിൻ മിൻഹു വ ഫളൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിലും അവന്റെ മഹത്തായ അനുഗ്രഹത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിനുള്ള വിശ്വാസം ആ മുറുകെ പിടിച്ചു.
മുറുകെ പിടിച്ചു. വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അവങ്കിലേക്ക് അവരെ നേർവഴിയിലേക്ക് പ്രാപിപ്പിക്കുന്നതാണ്, നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം കേവല വിശ്വാസമായി കൊണ്ട് നടന്നതല്ല, അത് അവരുടെ A to Z എല്ലാ മേഖലയുടെയും ജീവിതത്തിന്റെ പ്രായോഗികപരത്തിൽ അവർ കൊണ്ടുവന്നു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ ആ മാർഗത്തിലൂടെ തന്നെ ചലിപ്പിക്കുന്നതാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മൻ ഷഹിദ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷ്യത്വം വഹിച്ചു, വഹ്ദഹു ലാ ശരീക ലഹ്, അവൻ ഏകനാണ്, അവന് യാതൊരു തരത്തിലും പങ്കുകാരനില്ല, വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയാണ്, പ്രവാചകനാണ്, വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു, ഈസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അടിമയാണ്, വകലിമത്തു അൽഖാ ഇലാ മറിയം, മറിയമിലേക്ക് ഇട്ടുകൊടുത്ത വാക്കാണ്, വറൂഹും മിന്ന, അതിനു പുറമെ ആത്മാവാണ്, വൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ, സ്വർഗ്ഗം സത്യമാണ് നരകം സത്യമാണ് എന്നൊരാൾ സാക്ഷ്യത്വം വഹിച്ചാൽ അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അദ്ഖലഹു അല്ലാഹുൽ ജന്നത അലാ മാ കാന മിനൽ അമൽ, അയാളുടെ പ്രവർത്തന ഫലമായി നാം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. കേവല സാക്ഷിത്വം എന്നല്ല പറഞ്ഞത്, അതനുസൃതമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകണം. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ ഞാൻ സാക്ഷ്യത്വം വഹിക്കുന്നുണ്ട്, പക്ഷെ എന്റെ സ്വഭാവം വളരെ മോശം. എന്റെ അയൽവാസികൾ പറഞ്ഞാൽ അയാളോട് സംസാരിക്കാൻ പറ്റൂല, അയാളെ ഒന്നിനും കൊള്ളില്ല, ഒക്കെ എല്ലാം പറഞ്ഞിരിക്കും, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചേർന്നുണ്ട്, പക്ഷെ അയാളോട് ഒന്നും പറയാൻ പറ്റില്ല, വർത്താനം പറയാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോ എന്ന് പറയുന്നതാണ് നമ്മുടെ അയൽവാസിയെങ്കിൽ വാഷുദന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബിക്ക് ഞാൻ സാക്ഷ്യത്വം വഹിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ആ സാക്ഷ്യത്വം എവിടെയാണ്? അതുകൊണ്ടാണ് അയാളുടെ പ്രവർത്തന ഫലമായി നാം അയാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ, നമ്മൾ കേൾക്കുന്ന ക്ലാസുകൾ, നമ്മൾ കേൾക്കുന്ന വാഴകൾ, നമ്മൾ കേൾക്കുന്ന ഖുതുബകൾ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. അത് ചുമ്മാ കേട്ടു പോകാനുള്ളതല്ല. ഏതെങ്കിലും ഒരു ഖുതുബ കേട്ട് ഖുതുബ നന്നായിരുന്നു, ഇതേതാ ഖത്തീബ് എന്ന് ചോദിക്കാനുള്ളതല്ല, മറിച്ച് അവിടുന്ന് കേൾക്കുന്ന സാരാംശം, ഉപദേശം, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരാരാണ്? വഅമിലുസ് സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ തുടർത്തുന്നവരാണ്. വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ പറയും, അറിവിനെ പറ്റി പറഞ്ഞപ്പോൾ പറയും അമലുസ് സാലിഹ് കൊണ്ട് നടക്കുന്നവരാണ്. യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, യഹ്ദീഹിം റബ്ബുഹും ബിഈമാനിഹിം, അവരുടെ വിശ്വാസത്തിന്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നേർവഴിയിലേക്ക് പ്രാപിപ്പിക്കുന്നവരാണ്. തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാറു ഫീ ജന്നാത്തിൻ നഈം, താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. എന്താ അവരുടെ പ്രത്യേകത? അവർക്ക് വിശ്വാസമുണ്ട്, അറിവുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തനമുണ്ട്. വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് ഉലൈക അസ്ഹാബുൽ ജന്ന, അതേ വിശ്വാസികൾ, അവർക്ക് സൽപ്രവർത്തനമുണ്ട്, അവർക്ക് പ്രവർത്തനമുണ്ട്. ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗവാസികളാണ്, സ്വർഗ്ഗവാസികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവരുടെ ശാശ്വതവാസികളാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വാസികൾ അറിവുള്ളവരാണ്, അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. കാനത്തിൽ ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല, അവർക്ക് സൽക്കാരം നൽകാനുള്ളതാണ് മഹത്തായ സ്വർഗ്ഗത്തോപ്പുകൾ എന്ന് പറയുന്നത്. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അവർ അതിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയില്ല. ഇത്തരത്തിൽ ആയാത്തുകളാണ്. മൻ യഅമൽ മിനസ് സാലിയാതി മിൻ സക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, ആണിൽ നിന്നാകട്ടെ പെണ്ണിൽ നിന്നാകട്ടെ പുരുഷനിൽ നിന്നാകട്ടെ സ്ത്രീകളിൽ നിന്നാകട്ടെ, ഒരാൾ വിശ്വാസിയായി അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നിട്ട് സൽപ്രവർത്തനങ്ങളെ തുടർത്തി, ഫഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അവരോട് ഒരു തരത്തിലും അനീതി പ്രവർത്തിക്കുന്നതല്ല. മൻ അമില സാലികൻ മിൻ സക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ, ആണാകട്ടെ പെണ്ണാകട്ടെ സത്യവിശ്വാസികളായിക്കൊണ്ട് സൽപ്രവർത്തനം നടത്തിയാൽ ഫലയുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നല്ലൊരു ജീവിതം നാം പ്രദാനം ചെയ്യും. ദുനിയാവിൽ വെച്ച് തന്നെ
നല്ലൊരു ജീവിതം നാം പ്രദാനം ചെയ്യും. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി, അവർ അധ്വാനിച്ചതിന്റെ ഫലമായി, അവർ പണിയെടുത്തതിന്റെ ഫലമായി അവർക്കനുസൃതമായി ഉത്തമമായ ഒരു സംഗതി പ്രതിഫലമായി തീർച്ചയായും നാം നൽകപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്ന് പറഞ്ഞാൽ നാം കേൾക്കുന്ന അറിവുകൾ അത് പണിയെടുക്കാനുള്ളതാണ്, അത് പ്രയോഗവൽക്കരിക്കാനുള്ളതാണ്. സഹോദരന്മാരെ, അതിന്റെ മഹത്തായ തെളിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കാര്യം പറഞ്ഞപ്പോ പ്രധാനമായി കൊണ്ടുവന്നൊരു സംഗതിയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിഅർബ. 4 കാര്യങ്ങൾ വിശ്വസിക്കുന്നവരെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല, ഒരാൾ വിശ്വാസിയാവുകയില്ല. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നി മുഹമ്മദ് റസൂലുള്ളാഹി ബഅസനി ബിൽ ഹഖ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വിശ്വാസമാണ്. മറ്റൊന്ന് ഞാൻ ഹക്കും കൊണ്ട് സത്യം കൊണ്ട് നിയോഗിച്ച പ്രവാചകനാണ് എന്നുള്ള വിശ്വാസമാണ്. വയുഅ്മിന ബിൽ മൗതി വബിൽ ബഅസി ബഅദൽ മൗത്ത്. മരണത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. മരണത്തെക്കുറിച്ചുള്ള ശേഷം അയാളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശ്വാസമാണ്. വയുഅ്മിന ബിൽ ഖദർ. ഖദറിലുള്ള വിശ്വാസമാണ്, വിധിയിലുള്ള വിശ്വാസമാണ്. എന്താ ഈ വിധിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരി വ ശർരി മിനല്ലാഹി തആല. ഒരാളിൽ ഉണ്ടാകുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അല്ലാഹുവിൽ നിന്നല്ലാതെ ഉണ്ടാകുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അവനെ ബാധിച്ചതൊന്നും അവനെ വിട്ടു പോകേണ്ടതായിരുന്നില്ല എന്നും അവനെ വിട്ടുപോയതൊക്കെ എന്തൊക്കെയുണ്ടോ അതവനെ ബാധിക്കേണ്ടുമായിരുന്നില്ല എന്നും ഒരാൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് വരെ അയാളുടെ വിശ്വാസം പൂർണ്ണമാകുകയില്ല എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം വന്നാലും അത് വരേണ്ടത് തന്നെ. എന്തൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ അതൊക്കെ ഒഴിഞ്ഞു പോകേണ്ടത് തന്നെ. ഗൾഫിലേക്ക് ടിക്കറ്റ് എടുത്ത് പക്ഷെ പോകാൻ പറ്റിയില്ല, അതങ്ങനെ സംഭവിക്കേണ്ടത് തന്നെയാണ്. കച്ചവടത്തിൽ പണമിറക്കി നഷ്ടപ്പെട്ടു, അത് നഷ്ടപ്പെടേണ്ടത് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നത് വരെ ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകുകയില്ല. എന്ന് പറഞ്ഞാൽ വിശ്വാസം അത് ജീവിതത്തിന്റെ പ്രവർത്തന മേഖലയിൽ വളരെ കൃത്യമായി കൊണ്ടുവരുന്നത് വരെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ സഹോദരികളെ തൗബയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ. പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏറ്റെടുത്തിട്ടുള്ളത് അറിവുകേട് നിമിത്തം തിന്മ ചെയ്ത ആൾക്കാർക്കാണ്. അറിവുകേട് നിമിത്തം തിന്മകൾ ചെയ്ത ആൾക്കാർക്കാണ്. ഒരു വിഷയത്തെ പറ്റി ഒരു ഖുതുബ കണ്ടാൽ ആ ഖുതുബയിലേക്ക് മടങ്ങി വരണം. പറഞ്ഞ ആളാരാണെന്നല്ല, അത് തെളിവനുസൃതമായിട്ടാണ് ഒരാൾ കേട്ടതെങ്കിൽ അതിലേക്ക് തിരിഞ്ഞത് വരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നത്. ഒരു വിഷയത്തെ പറ്റി നമുക്കൊരു അറിവുണ്ടായി, ആ അറിവുണ്ടായാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിന് വിപരീതമായി പ്രവർത്തിച്ചവന്റെ പശ്ചാത്താപം തൗബ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യത ഏറ്റെടുത്തിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് പറഞ്ഞു തന്നത്. സഹോദരന്മാരെ സഹോദരികൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അറിവിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് സ്ഥലത്ത് സംസാരിക്കുന്നുണ്ട്. ബിനിയാനെതിരായി സുജൂദ് ചെയ്യുന്ന ആൾക്കാർ അവർ നിന്നുകൊണ്ടും ഖിയാമുൽ ലൈൽ നിസ്കരിക്കുന്നുണ്ട്. അവർ പരലോകത്തെ പറ്റി ജാഗ്രതപ്പെടുത്തുന്നവരാണ്, റബ്ബിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ്. രാത്രി നിസ്കാരക്കാരെ പറ്റി പറയാം, 4 മണിക്കും 4:30 മണിക്കൊക്കെ എണീറ്റ് രാത്രി നിസ്കരിക്കുന്ന നിസ്കാരക്കാരെ കുറിച്ച്, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഖുൽ അൽ യസ്തവിൽ ലദീന യഅലമൂന വൽ ലദീന ലാ യഅലമൂൻ. അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ? അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകും. ഇത് പറഞ്ഞതാ, രാത്രി നിസ്കാരത്തെ കുറിച്ച് അറിവ് കിട്ടിയിട്ട് രാത്രി നിസ്കരിക്കുന്നവനും അറിവ് കിട്ടിയിട്ട് നിസ്കരിക്കാത്തവനും അവർ തമ്മിൽ സമമാകുമോ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫംസഹു യഫ്സഇല്ലാഹു ലക്കും എന്ന് പറഞ്ഞു. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സദസ്സുകളിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടി പറയപ്പെട്ടാൽ നിങ്ങൾ ഒതുങ്ങിയിരുന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ, 3 ആൾ ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു 4-ാമൻ വന്നാൽ നിങ്ങൾ കുറച്ച് മാറിയിട്ട് അയാൾക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അങ്ങനെ ഇരുന്ന് കൊടുക്കണം. ഒരു സദസ്സ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, ഒരു 4-5 ആൾക്കാർ വന്നു, കുറച്ച് മാറി അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം.
ഇനി ചെറുപ്പക്കാരാണെങ്കിലോ എണീറ്റ് നിന്നിട്ട് ആ പ്രായമുള്ളവർക്ക് മാറിയിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സൗകര്യം ചെയ്യാൻ വേണ്ടി പറയപ്പെട്ട അങ്ങനെ ആ ചെറുപ്പക്കാരൻ മാറി എണീറ്റ് പോകണം, അയാൾക്ക് സൗകര്യം കൊടുക്കണം. ആരാ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് നിങ്ങളിൽ നിന്ന് വിവരമുള്ളവരെയും അറിവ് നൽകപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ പദവികൾ കൊണ്ട് ഉയർത്തുന്നതാണ്. കണ്ട, പ്രവർത്തനത്തെ പറ്റി പറയാ, എന്നിട്ട് അറിവിനെ ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അറിവ് നേടുന്നത് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന തീർച്ചയായും വിശ്വാസികൾ അല്ലദീന ഇദാ ദുകിറല്ലാഹു അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വറക്കും. ഇതാ നിങ്ങൾ പോലീസ് ബന്ധുണ്ട്, പട്ടാളം ബന്ധുണ്ട്, മറ്റേയാൾ അറിയും, മറ്റേ ഇന്നയാൾ അറിഞ്ഞു പോകും, ഭാര്യ അറിഞ്ഞു പോകും, ഭർത്താവ് അറിഞ്ഞു പോകും എന്ന് കണ്ട് ആരോടും പറയില്ല ഞാൻ ഇത് ചെയ്തത് ആരോടും പറഞ്ഞേക്കല്ലേ എന്നല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവരാണെന്ന് അവർ മനസ്സിലാക്കിയാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും. വഇദാ തുലിയത് അലൈഹിം ആയാതു അവരോട് ആയാത്തുകൾ പാരായണം കൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കും, അവരുടെ ഈമാൻ വർദ്ധിക്കും. അവർ അവരുടെ റബ്ബിൽ പരമേൽപ്പിക്കുന്നതാണ്. നിങ്ങൾ ഈ പലിശ ഇടപാടിൽ ഏർപ്പെടല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യമാണ്, റസൂൽ വിലക്കിയ കാര്യമാണ്, ഒരു ബർക്കത്ത് ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയാത്ത് ഓതിയിട്ട് ഒരു മനുഷ്യരോട് പറഞ്ഞാൽ അയാൾ ഇതിൽ നിന്ന് പിന്മാറും. നിങ്ങൾ ഇതിന് നിൽക്കല്ലേ, നിങ്ങൾ സ്ത്രീയെ തലാക്ക് ചെല്ലല്ലേ, ഈ കാരണം കൊണ്ട് നിങ്ങൾ അവളെ തലാക്ക് ചെല്ലല്ലേ, ഈ കാരണം തലാക്കിനൊരു കാരണമല്ല കണ്ടോ എന്നൊരു മനുഷ്യൻ മുസ്ലിമായ മനുഷ്യനോട് ആയാത്തുകൾ ഓതിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദീസുകൾ ഓതിക്കൊണ്ട് പറഞ്ഞാൽ അയാൾ ഇതിൽ പിന്മാറും. അതാണ് അവർ അവരുടെ റബ്ബിൽ പരമേൽപ്പിക്കുന്നതാണ്. എന്നിട്ട് പറയാം അല്ലദീന യുഖീമുന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അവരുടെ നിസ്കാരം നിലനിർത്തുന്നവരാണ്, അവരിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. ഇവിടെ എന്താണ് ഇത് പഠിപ്പിക്കുന്നത്? സഹോദരന്മാരെ, നേടിയെടുക്കുന്ന അറിവ് എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് സഹൽ ബിൻ അബ്ദുള്ള പറഞ്ഞത് അൽ ഇൽമു കുല്ലുകു ദുനിയ. അറിവ് എന്ന് പറയുന്നത് ദുനിയാവാണ്. ഏത് മേഖലകൾ നോക്കിയാലും ദുനിയാവിലെ ആൾക്കാരെ വേർതിരിച്ചു നിർത്തുന്നത് അത് അറിവുകളാണ്. ദുനിയാവ് മുഴുവനും അറിവാണ്. പരലോകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? പ്രവർത്തനം മാത്രമേ ഉള്ളൂ. പരലോകത്ത് പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആനു ഹുജ്ജത്തുൽ ഔ അലൈകി. നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷ്യം പറയും. നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ ഒരുപാട് ആയാത്തുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. സഹാബികളെ സഹാബികളാക്കി മാറ്റിയ ഒരു മൂലവത്തായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഖുർആൻ നിങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷ്യം വയ്ക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ എന്താണ് നേടിയെടുക്കുന്ന അറിവുകൾ, ആ അറിവുകൾ ചുമ്മാ കേൾക്കാനുള്ളതല്ല, മറിച്ച് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത് പ്രയോഗവൽക്കരിക്കാനുള്ളതാണ് എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. മഹാന്മാരായ സഹാബികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ ഒരായത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാർ. നിങ്ങൾ സ്വന്തത്തോടും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെ തൊട്ട് താക്കീത് നൽകണം. വഖൂദുഹൻ നാസു വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫലൂന മാ യുഅ്മറൂൻ. അവിടെ മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകമാണുള്ളത്. ആ നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും താക്കീത് നൽകണം.
അതിന്റെ മേൽനോട്ടത്തിന് പുരുഷ സ്വഭാവമുള്ളവരും അതിശക്തന്മാരായിട്ട് മലക്കളുണ്ടാവും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവരൊരു വിട്ടുവീഴ്ച ചെയ്യില്ല. അവനോട് അവർ യാതൊരു തരത്തിലും അനുസരണക്കേട് കാണിക്കുന്നവരല്ല. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സഹാബികൾക്ക് ഇങ്ങനെ കിടുകിട വിറക്കും. എന്താണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോടും നിങ്ങളുടെ സ്വന്തത്തോടും നരകത്തെ തൊട്ട് താക്കീത് നൽകണം. ഭാര്യമാരോട് നമുക്ക് താക്കീത് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? ഈ നരകത്തെ സൂക്ഷിക്കണം. സ്വന്തം മക്കളെ കൂട്ടിയിരുത്തി വിളിച്ചിരുത്തിട്ട് മക്കളെ നിങ്ങൾ നരകത്തെക്കുറിച്ച് സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം അത് നമുക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ജീവിതം കഴിഞ്ഞു പോയവരാണ്. ഇനി നമ്മൾ പോകേണ്ടത് ഒരു യഥാർത്ഥമായ അവസ്ഥയിലേക്കാണ് എന്ന് സ്വന്തത്തെ കുടുംബത്തെ വിളിച്ചിട്ട് ഒരു താക്കീത് നൽകാൻ വേണ്ടി പോയിട്ടുണ്ടോ? ശിർക്കൻ വിശ്വാസത്തിലെ പെങ്ങളെ വിളിച്ചിട്ട് എന്റെ പെങ്ങളെ നീ ഇത് ചെയ്തേക്കല്ലേ, അതികഠിനമായ നരകമുണ്ട്. അതല്ല, അവളുമായി ബന്ധവിച്ഛേദത്തിനാണോ നമ്മൾ തുനിഞ്ഞിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കാം. ഏതെങ്കിലും ബിദഅത്തോ ശിർക്കോ തിന്മകളോ ഉള്ള കുടുംബവുമായി ബന്ധവിച്ഛേദത്തിലാണോ? അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കപ്പെട്ട വസിയത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ തുനിഞ്ഞിട്ടുള്ളത്? ഒരു മകന്റെ 22 വയസ്സുള്ള മകന്റെ ടീനേജ് യുഗത്തിലുള്ള പോക്ക് കണ്ടിട്ട് അവന്റെ വാതിലടിച്ച് അവന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനാണോ നമ്മൾ വെപ്പൽ കൊണ്ടിട്ടുള്ളത്? അതെല്ലാം കൂട്ടിപ്പിടിച്ച് മകനെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ, എനിക്ക് നിന്നോട് വസിയത്ത് നൽകാൻ ഒന്നുമില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് സ്നേഹാർദ്രേണ അവനോട് പറയാനാണോ നമുക്ക് സാധിച്ചിട്ടുള്ളത്? ഈ ആയത്തോർത്തുകൊണ്ട് സഹാബികൾ വിറക്കുമെന്നായിരുന്നു. ഗൗരവമുള്ള വിഷയമാണ്. ആ ഒരു വിറയൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ പാരായണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യസ്ലു ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് ശരിയാവുകയില്ല ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വൽ, അവർ കടന്നുപോയ ആ സമുദായം നന്നായത് കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ എന്താ? അവരെങ്ങനെയാണ് നന്നായത്? അവർ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ എന്ത് കേട്ടാലും അതനുസരിച്ചുള്ള പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, നന്മകളിൽ മുന്നേറണം. ഇന്നഹും കാന യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബ വകാനൂ ലനാ ഖാശീൻ എന്ന് അമ്പിയാക്കന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവർ നന്മകളിൽ മുന്നേറുന്നവരാണ്. ഇന്നഹും കാന യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഏതൊക്കെ നന്മകളുണ്ടോ ആ നന്മകളിൽ ആരുണ്ടാവും? അമ്പിയാക്കളുണ്ടാവും, പ്രവാചകന്മാരുണ്ടാവും. വയദ്ഊനനാ റഗബൻ വറഹബ, അവർ നമ്മൾ ആശിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പൊ ആശിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അല്ലാഹുവിനുള്ള പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. നന്മകളിലും മുന്നേറണം. ജീവിതത്തിൽ പല വിഷയങ്ങളുണ്ടാവും, അതിൽ നല്ല ശ്രമമാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതെ, രാവിലെയും വൈകുന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകീർത്തിക്കുന്നവരുടെ കൂടെ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. വസ്ബിർ നഫ്സക, താങ്കളുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. വലാ തഅദു ഐനാക തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ പൊങ്ങച്ചമാകുന്ന വിഭവങ്ങളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ സ്മരണയെ വിട്ട് തെറ്റിപ്പോയ മനസ്സുകളുടെ പിന്നാലെ നിങ്ങൾ പോയി കളിയരുത്. ദേഹേച്ഛകളെ പിന്തുടർന്നവരുടെ പിന്നാലെ നിങ്ങൾ പോയി കളിയരുത്. പലതരത്തിലും മാമൂലുകൾ ഉണ്ടാവും, നാട്ടാചാരങ്ങൾ ഉണ്ടാവും, പൊങ്ങച്ചങ്ങൾ ഉണ്ടാവും, ദുനിയാവിന്റെ കണ്ണിപ്പിക്കുന്ന പല വിഭവങ്ങൾ ഉണ്ടാവും. അതിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ തെറ്റിപ്പോകരുത്. അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ ശക്തമായി ക്ഷമ വെച്ച് പുലർത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, പരസ്പരം കരുണയുണ്ടാകണം. മുഹമ്മദ് റസൂലുള്ളാഹ് പ്രവാചകനെ പറ്റി പറയാൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ, വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹ്മാഉ ബൈനഹും, അവർ കാഫിരീങ്ങളോട്, സത്യവിശ്വാസികൾക്കല്ലാത്ത അവിശ്വാസികളോട് ശക്തമായി പെരുമാറുന്നവരാണ്. എന്നാൽ പരസ്പരം അവർ വിനയാന്വിതരാണ്. വിശ്വാസികൾ തമ്മിൽ ഉണ്ടാകേണ്ട കടമയാണ് പരസ്പരം അങ്ങേയറ്റത്തെ വിനയം അവർ വെച്ച് പുലർത്തണം. തറാഹും റുക്കൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാൻ, സുജൂദ് ചെയ്തതിന്റെ അടിയാളങ്ങൾ അവരുടെ നെറ്റിയിൽ കാണാം. പക്ഷെ അവരെന്താണ്? അവർ പരസ്പരം വിനയം കാണിക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിനയാന്വിതരാണ്. അവിശ്വാസികളുടെ വളരെ പരുഷമായി ഇസ്ലാമിന്റെ ശത്രുക്കളോട് പെരുമാറുന്നവരാണ്. സുജൂദ് ചെയ്തതിന്റെ അടിയാളങ്ങൾ അവരുടെ മുഖത്തുണ്ട് എന്ന്. അതുപോലെ തന്നെ സഹോദരന്മാർ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കുക.
ബലാ മൻ അസ്ലമ വജ്ഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ഭയക്കാതെ അല്ലാഹുവിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ടൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു മുസ്ലിമായ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ ക്ഷമ ഉണ്ടാകുക, അതുപോലെ തന്നെ നന്മകളിൽ മുന്നേറുക, പരസ്പര വിനയം കാണിക്കുക, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതി കെട്ടിപ്പിടിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം പല രൂപത്തിലും ഉണ്ടാകുമെന്ന ഒരു സത്യം അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന വിശ്വാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷന്റെ ടൈമാണ്. അവരൊക്കെ മിക്കവരും മൊബൈൽ ഫോണിന്റെയും മറ്റും അഡിക്റ്റായി ഓരോ സമയവും സെക്കൻഡും തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീടുകളിലുണ്ട്. അത്തരം കുട്ടികൾക്ക് ഹൈസ്കൂൾ തലം മുതൽ ഹയർ സെക്കൻഡറി മുതൽ കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സമ്മറൈസ് ക്യാമ്പ് ഏപ്രിൽ 27 മുതൽ 30 വരെ 4 ദിവസം തുടർച്ചയായി ഇവിടെ പഴയങ്ങാടിൽ വെച്ചിട്ട് ബസ് സ്റ്റാൻഡിന്റെ അവിടെ വെച്ച് സംഘടിപ്പിക്കുകയാണ്. നമ്മളെ കുട്ടികളൊക്കെയും അത്തരം ക്യാമ്പുകളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ ഉണർത്താനുള്ളത്. സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കാം. തൗഹീദിനെ പറ്റി പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കാം. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ വരുന്ന എന്തൊക്കെ വിദഗ്ധകളുണ്ടോ, അനാചാരങ്ങളുണ്ടോ, അത് മനസ്സിലാക്കി അത് വർജിച്ചുകൊണ്ട് ജീവിക്കാം. പലിശയുടെ പടകളിൽ നിന്ന് മുക്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സംഗീതം, സിനിമ, സീരിയല് എന്നിവയൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കാം. അമിതമായ മൊബൈലിന് അഡിക്റ്റ്, എപ്പോഴും മൊബൈൽ, രാവിലെ എണീറ്റാൽ മൊബൈൽ, അങ്ങോട്ട് നീങ്ങിയാൽ മൊബൈൽ, ചിലർ കക്കൂസിൽ പോലും മൊബൈൽ കൊണ്ടുപോകുന്ന അവസ്ഥ. സഹോദരന്മാരെ, അമിതമായ ഭ്രമം ഒഴിവാക്കി ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കൊടുക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മാപ്പ് ചോദിക്കേണ്ടവർ നമുക്കിടയിലുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക. ഇഖ്ലാസോടുകൂടിയും പ്രതിഫലിച്ചോടുകൂടിയും പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാത്ത മാറാ രോഗങ്ങളും എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, വേദന സംഹാരികളായ മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, അതുപോലെ തന്നെ വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയം നമ്മുടെ അന്ത്യസമയമാക്കുകയും യഖീനോട് കൂടി ദൃഢതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യത്തും ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും മക്കളിലും നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നീ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹ്.